ഇന്നലെ എത്ര പേര് ശ്രദ്ധിച്ചിട്ടുണ്ടെന്നറിയില്ല. ജഡേജ സാധാരണ ഏത് ഫോർമാറ്റിലായാലും 50 തികയ്ക്കുമ്പോൾ അദ്ദേഹം ഒരു സ്വാഡ് സെലിബ്രേഷൻ ചെയ്യാറുണ്ട്. രജപുത്ത് യോദ്ധാക്കളെ അനുസ്മരിപ്പിക്കുന്ന രീതിയിൽ അദ്ദേഹം ഒരു സ്വാഡ് സെലിബ്രേഷൻ ചെയ്യാറുണ്ട്. പക്ഷേ അദ്ദേഹം അത് ഇന്നലെ ചെയ്തില്ല. 50 തികച്ചപ്പോൾ അദ്ദേഹം ഇന്നലെ ചെയ്തില്ല. കാരണം അദ്ദേഹത്തിന് വ്യക്തമായ ധാരണയുണ്ടായിരുന്നു, അദ്ദേഹം ചെയ്തുകൊണ്ടിരുന്ന യുദ്ധം അവസാനിച്ചിട്ടില്ല, ഇനിയും വിജയതീരം ഒരുപാട് അകലെയാണെന്നുള്ള ഒരു ധാരണ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നിരിക്കണം. അതുകൊണ്ട് തന്നെ ആയിരിക്കണം ഒരുപക്ഷെ അദ്ദേഹം ഇന്ത്യയെ കളി ജയിപ്പിച്ച ശേഷം ആ ഒരു സെലിബ്രേഷൻ ചെയ്യാൻ വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. നമ്മൾ കളി കണ്ടുകൊണ്ടിരുന്ന ആൾക്കാരും ജഡേജയുടെ ഒരു ഫൈറ്റ് കണ്ടപ്പോൾ അദ്ദേഹം ഇന്ത്യയെ കളി ജയിപ്പിച്ച ശേഷം ആ ഒരു സെലിബ്രേഷൻ ചെയ്യണമെന്ന് ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ദൗർഭാഗ്യം എന്ന് പറയട്ടെ, ഒരു ദൗർഭാഗ്യകരമായ രീതിയിൽ സിറാജ് പുറത്താവുന്നത് നമ്മൾ ടി വിയിൽ നിന്ന് കണ്ടവർക്ക് തന്നെ ഭയങ്കര ഇമോഷണലായിരുന്നു. അപ്പോൾ ഇത്രയും കഠിനാധ്വാനം ചെയ്തിട്ട് ഒരു 22 റൺസ് മാത്രം അകലെ നിൽക്കുമ്പോൾ സിറാജ് ഇങ്ങനെ പുറത്താകുന്നത് കാണുന്ന ജഡേജ അത് മറ്റേ എൻഡിൽ നിന്ന് ഇങ്ങനെ കാണുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു അവസ്ഥ ഞാൻ ആലോചിച്ച് നോക്കായിരുന്നു. അദ്ദേഹത്തിന് ഇപ്പോൾ 36 വയസ്സുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒപ്പം ഇന്ത്യക്ക് വേണ്ടി കളിച്ചിരുന്ന പലരല്ല ഏകദേശം എല്ലാവരും തന്നെ ഇന്ത്യക്ക് റിട്ടയർ ചെയ്ത് കഴിഞ്ഞു. പക്ഷേ ജഡേജ ഇപ്പോഴും ഇങ്ങനെ ഒരു ഇൻ്റർനാഷണൽ വേദിയിൽ അല്ലെങ്കിൽ ഇൻ്റർനാഷണൽ ഒരു ലോർഡ്സ് പോലെയുള്ള ഒരു ടോപ്പ് ക്ലാസ് ഗെയിം, ലോർഡ്സിൽ നടക്കുന്ന ഒരു ടോപ്പ് ക്ലാസ് ഗെയിമിൽ, ഇൻ്റർനാഷണൽ ഗെയിമിൽ അദ്ദേഹം ഇന്ത്യക്ക് വേണ്ടിയിട്ട് സിറാജിനെയും ബുംറയെയും വെച്ച് ഫൈറ്റ് ചെയ്യായിരുന്നു. അത് എത്ര പേർക്കും ആ ഒരു അദ്ദേഹത്തിൻ്റെ ആ ഒരു ഹൈറ്റ് എത്ര പേർക്ക് ചിന്തിക്കാൻ കഴിയുമെന്ന് എനിക്കറിയില്ല. പലരും അദ്ദേഹത്തിന് വിമർശിക്കുന്നുണ്ടായിരുന്നു, ഇത്രയും കൂടി വേഗത്തിൽ കളിക്കായിരുന്നു എന്നൊക്കെ പറ്റുക. പക്ഷേ എനിക്കങ്ങനെ തോന്നിയില്ല. അദ്ദേഹം നല്ല രീതിയിൽ തന്നെയാണ് സ്ട്രൈക്ക് റൊട്ടേറ്റ് ചെയ്തിട്ട് ഈ വാലറ്റക്കാരെ പ്രൊട്ടക്റ്റ് ചെയ്തിട്ട് ഇത്രയധികം കൊണ്ടുവന്നത്. നല്ലൊരു ഫൈറ്റ് തന്നെയായിരുന്നു. അദ്ദേഹത്തിൻ്റെ കഠിനാധ്വാനത്തിന് തീർച്ചയായിട്ടും ഒരു വിജയം അർഹിച്ചിരുന്നു. പക്ഷെ അത് അദ്ദേഹത്തിന് ഉണ്ടായില്ല. അപ്പോൾ ഇതുപോലുള്ള പോഡ്കാസ്റ്റ് നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ. നന്ദി.